ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്, ഗണിതം. ഇംഗ്ലീഷ് മീഡിയംകാരുടെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ 1ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ കാണുന്നതിലേക്ക് സ്വാഗതം. 1ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ. ഏതാ? ഫൺ വിത്ത് ഷേപ്സ്. 5ാമത്തെ ചാപ്റ്ററായ ഫൺ വിത്ത് ഷേപ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൺ വിത്ത് ഷേപ്സ്. ആദ്യം തന്നെ കണ്ടല്ലോ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കുറേ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളെല്ലാം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. ആദ്യം നമുക്കൊന്ന് വായിക്കാം. ഡാഡ് മേക്കിംഗ് ദോശ. അപ്പം അച്ഛൻ ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ദോശ. ദോശ ദോശ. ഹിസ്സിങ് ദോശ, സിസ്ലിംഗ് ദോശ. ഡാഡ് മേക്കിംഗ് ദോശ. മോം സെർവിങ് ദോശ. സ്മോൾ ആൻഡ് റൗണ്ട് ദോശ. നൈസ് ആൻഡ് ടേസ്റ്റി ദോശ. അപ്പോൾ ദോശയെ കുറിച്ചൊരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ലെറ്റ്സ് ഡ്രോ എ ദോശ, ജോയിൻ ദ ഡോട്ട്സ്. നമുക്കൊരു ദോശ വരച്ചാലോ? ഇതാ ഈ തന്നിരിക്കുന്ന കുത്തുകളെല്ലാം ഇങ്ങനെ യോജിപ്പിച്ച ഒരു ദോശയാവും കേട്ടോ. ഇതാ ഇതുപോലെ. നൗ ഡ്രോ ബൈ യുവർ സെൽഫ്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കൊരു ദോശ വരച്ചേ. അപ്പം ഈ ഡോട്ടൊക്കെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഷേപ്പിൻ്റെ പേരാണ് സർക്കിൾ. ഈ റൗണ്ടിലുള്ള ഷേപ്പ് സർക്കിളാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇതുപോലൊരു ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വരയ്ക്കുക. അടുത്തത് നമുക്കൊരു പാട്ടാണ്. ഡാഡ് 8 7. അച്ഛൻ 7 എണ്ണം കഴിച്ചു. മോം 8 6. അമ്മ 6 എണ്ണം കഴിച്ചു. റിനി 8 4. റിനി 4 എണ്ണം കഴിച്ചു. റയാൻ 8 2. റയാൻ 2 എണ്ണം കഴിച്ചു. ടുട്ടു ക്യാറ്റ് 1. ടുട്ടു ക്യാറ്റ് 1 എണ്ണം കഴിച്ചു. അപ്പം എല്ലാവരും ഓർന്ന് കഴിച്ചു അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തെഴുതാം. റൈറ്റ് ദ നമ്പർ ഓഫ് ദോശാസ്. ഡാഡ് എത്ര എണ്ണം കഴിച്ചു? 7. അടുത്ത മോമോ 6. ടോട്ടൽ മോമും ഡാഡും കൂടി എത്ര എണ്ണം കഴിച്ചു ദോശ? 13. റിനി 4. റയാൻ 2. അപ്പം 4ഉം 2ഉം കൂടി കൂട്ടി നോക്കൂ, ആഡ് ചെയ്ത് നോക്കൂ. ടോട്ടൽ എത്ര വരും? 6. അടുത്തത് ഡാഡ് ആൻഡ് മോം ടുഗെദർ 8. അമ്മയും അച്ഛനും കൂടി ഒരുമിച്ച് കഴിച്ചത് 13. റിനി ആൻഡ് റയാൻ ടുഗെദർ 8. 6. ടുട്ടു ക്യാറ്റ് 8 ചെയ്തതോ? 1. ടോട്ടൽ 20. ഓക്കെ. അടുത്തത് റൈറ്റ് ദ നെയിംസ് ആൻഡ് കാൽക്കുലേറ്റ്. പേരുകൾ എഴുതി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. മോം 8. അമ്മ 6 എണ്ണം. റിനി 8 4. ടോട്ടൽ 10. ഡാഡ് 8 7. റയാൻ 8 2. ടുട്ടു 8 1. ടോട്ടൽ 10. കണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത റോബോട്ട്. വോ മൈ റോബോട്ട്, ദർ ആർ സർക്കിൾസ് ഓൺ ഇറ്റ് ടു. ഓ എൻ്റെ റോബോട്ട്, ഇതിൽ സർക്കിൾസ് ഉണ്ടല്ലോ എന്ന് പറയാണ് ഈ പെൺകുട്ടി. സർക്കിൾസ് ഈ റൗണ്ട് ഷേപ്പിലുള്ളത് കേട്ടോ. നോക്കൂ, കണ്ടല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഹൗ മെനി സർക്കിൾസ്, എത്ര വട്ടങ്ങളുണ്ട്? 1 2 3 4 5 6 7 8. 8 എണ്ണമാണോ? അതിൽ കൂടുതലുണ്ടോ? നമുക്ക് ആദ്യം ഈ ഡോട്ടൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. 1 2 3 4 5 6 7 8. ആ മഞ്ഞ കളറിൽ ഞാൻ വരയ്ക്കുന്നത് എല്ലാമാണ് സർക്കിൾസ് കേട്ടോ. അപ്പോൾ 8 എണ്ണം ആയില്ലേ? 8 ബോക്സിൽ എഴുതാം. നെക്സ്റ്റ് നമുക്ക് അതിൽ വേറെ വരുന്ന എല്ലാം ഒന്ന് കളർ ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മൾ അടുത്ത ഷേപ്പുകളും ബ്ലാക്ക് കളറിലൊന്ന് കളർ ചെയ്യുന്നുണ്ട്. സർക്കിളിൻ്റെ ഷേപ്പ് യെല്ലോ കളറിൽ കാട്ടിയതാ. അടുത്തത് നമുക്ക് റെക്റ്റാങ്കിൾ ആണ് കേട്ടോ. റെക്റ്റാങ്കിൾ ഷേപ്പാണ് ബ്ലാക്ക് ബോക്സിൽ കാണിച്ചത്. പിന്നെ വരുന്ന ഷേപ്പ് ഏതാ? ട്രയാങ്കിൾ. കണ്ടല്ലോ. ഇനി മിസ്സിംഗ് പാർട്സ് ആണ്. സീ ദ ഡോഗി ഇൻ ദ പിക്ചർ. പിക്ചറിലെ ഡോഗീനെ നോക്കൂ. ഡ്രോ ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ പിക്ചർ ബിലോ. അതിൽ മിസ്സിംഗ് പാർട്ട് നമ്മൾ താഴെ വരയ്ക്കണം. അപ്പം നമുക്ക് സർക്കിൾ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി റെക്റ്റാങ്കിൾ വരയ്ക്കണം, ട്രയാങ്കിളും വരയ്ക്കണം. നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടല്ലോ ചിത്രം. ഇതുപോലെ നിങ്ങൾ ചിത്രം കംപ്ലീറ്റ് ആക്കുക.
അടുത്തത് ഡോട്ട് ഡ്രോയിങ് ആണ്. ദർ ഇസ് സ്നാക്ക് വിച്ച് ലുക്സ് ലൈക്ക്. അപ്പോൾ ഇതാ ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് പോലത്തെ ഒരു സ്നാക്ക് ഉണ്ട്, സമോസ. അപ്പോൾ ആ സ്നാക്കിൻ്റെ പേരെന്താ? സമോസ. കൂട്ടുകാരെല്ലാം സമോസ കഴിച്ചിട്ടില്ലേ? അപ്പോൾ സമോസേൻ്റെ ഷേപ്പ് പോലത്തെ ഒരു സാധനമാണ് ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ളത്. ഇനി ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കളറാണ്. ഡോട്ടുകൾ ജോയിൻ ചെയ്ത് കളർ കൊടുക്കുക. നമ്മൾ കളർ കൊടുത്തതാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. റെക്റ്റാങ്കിൾ ആണ് താഴെ തന്നിരിക്കുന്ന ഷേപ്പ്. മേലെ ഈ ട്രീ പോലെയുള്ള ഷേപ്പാണ് ട്രയാങ്കിൾ. അടുത്തത് എറൗണ്ട് ഹോം ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ എബോവ് ആൻഡ് കളർ ദ വൺ ബിലോ. ആ മേലത്തെ ചിത്രം നോക്കിയിട്ട് താഴെയുള്ള ചിത്രം കളർ ചെയ്യാനാണ്. അപ്പം നമുക്ക് ആദ്യം ഹൗ മെനി എന്ന് എഴുതണം. ഹൗ മെനി പറഞ്ഞാൽ ഇതുപോലത്തെ ഷേപ്പ്, ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഫിഗർ എത്ര എണ്ണമാണ്? 1 2 3 4 5 6 7. അപ്പോൾ 7 എഴുതി. അടുത്തത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ എത്ര എണ്ണമാണ്? 6 എണ്ണം ഉണ്ട്. 1 2 3 4 5. ഇനി ഒന്നും കൂടി ഉണ്ട്, വലുത് 6 കേട്ടോ. അടുത്ത സർക്കിൾ ഷേപ്പിൽ 3 എണ്ണമാണ്. ഏതൊക്കെയാ? 1 2 3. ഡ്രോ ആൻഡ് കളറാണ്. ചിത്രം വരച്ച് നിങ്ങൾ കളർ കൊടുക്കണം. അപ്പോൾ അതേപോലെ വരയ്ക്കുക, കളർ കൊടുക്കുക കേട്ടോ. ഇതുണ്ടോ നമ്മൾ കളർ കൊടുക്കണേ, അതേപോലെ വരയ്ക്കുക, കളർ കൊടുക്കുക. അവസാനം ഒരു ഫിഷിന് നിങ്ങൾക്ക് കിട്ടും. വൃത്തിയായിട്ട് കളർ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു ഫിഷിനെ കിട്ടും. കണ്ടോ? ഇതുപോലെ നല്ല ചന്തമുള്ളൊരു ഫിഷിനെ നിങ്ങൾക്ക് കളർ കൊടുത്തെടുക്കാം. ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഡ്രോ കളർ ആൻഡ് റൈറ്റ്. ഡ്രോ മാച്ചിങ് ഷേപ്സ് ഓൺ ദ റൈറ്റ് വിങ്സ്. അപ്പോൾ പൂമ്പാറ്റയുടെ ഒരു ഭാഗം മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഭാഗം നമുക്ക് കളർ ചെയ്താലോ? സർക്കിൾ വെച്ച് എല്ലാം വരച്ചു കൊടുത്ത് കളർ ചെയ്യുക കേട്ടോ. ഹൗ മെനി സർക്കിൾസ് ഇൻ ഓൾ? മൊത്തത്തിൽ എത്ര സർക്കിൾ ഉണ്ട് പൂമ്പാറ്റയുടെ ഉള്ളിൽ? എണ്ണി നോക്കൂ, 8 എണ്ണം ഉണ്ട്. How did you find out? Are you friends? And you and your friends എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? 5 + 3 ചെയ്താൽ 8 കിട്ടും അല്ലേ? ആദ്യത്തെ ബോക്സിൽ 5ഉം രണ്ടാമത്തെ ബോക്സിൽ 3ഉം ഉണ്ട്, അപ്പോൾ 8. ഹൗ ഐ ഫൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 13 + 3യുടെ ആൻസർ 16 ഒന്ന് എഴുതി കൊടുക്കുക. അതർവൈസ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കണക്കാക്കാൻ പറ്റും? 8 കിട്ടണമെങ്കിൽ നമുക്ക് 4 + 4 ചെയ്യാം, 2 + 6 ചെയ്യാം, 7 + 1 ചെയ്യാം അല്ലേ? ഹൗ മെനി ഡോട്ട്സ് ഓൺ ദ റൈറ്റ് വിങ്? 6 ആണ് റൈറ്റ് വിങ്ങിലുള്ളത് അല്ലേ? ഈ ചിത്രത്തിലാണ് കേട്ടോ. ഡ്രോ ആസ് മെനി ഡോട്ട്സ് ഓൺ ദ ലെഫ്റ്റ് വിങ്. അത് ലെഫ്റ്റ് വിങ്ങിൽ വരച്ചു കൊടുക്കുക. വണ്ടിൻ്റെ ഇപ്പുറത്തും അതേപോലെ ഡോട്ട് വരയ്ക്കുക, 6 എണ്ണം. ഓൺ ദ ലെഫ്റ്റ് വിങ് നമുക്ക് 6, ഓൺ ദ റൈറ്റ് വിങ് നമുക്ക് 6, ടോട്ടൽ നമുക്ക് 12. കൗണ്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ടോട്ടൽ 12. കളർ ദി നെക്സ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പാറ്റേൺ അനുസരിച്ച് ഇതേപോലെ കളർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് മേക്ക്. ലുക്ക് അറ്റ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ഓൺ ദ ലെഫ്റ്റ്. കളർ ഓൺലി ദീസ് ഇൻ ദി പിക്ചർ ഇൻ ദ റൈറ്റ്. നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. അടുത്ത വെഹിക്കിൾസ് ആണ്. വെഹിക്കിളും കളർ ദി പിക്ചേഴ്സ് ആണ്. നിങ്ങൾ ആദ്യം നമുക്ക് ഷേപ്പ് ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിൾ ഷേപ്പിൽ 2 എണ്ണം, റെക്റ്റാങ്കിൾ 3, സർക്കിൾ 2. അടുത്തതിൽ ട്രയാങ്കിൾ 5, റെക്റ്റാങ്കിൾ 13, സർക്കിൾ 3. ടോട്ടൽ 7 16 5. ഡ്രോ ദ നെക്സ്റ്റ് ഫിഗർ ഇൻ ഈച്ച്. നമുക്ക് നെക്സ്റ്റ് ഫിഗർ വരയ്ക്കണം. ഇതുപോലെ എല്ലാ പാറ്റേണും കൂട്ടുകാർ ഫില്ല് ചെയ്യുക കേട്ടോ. ഇതിലെന്താ വെച്ചാൽ നമുക്കിവിടെ 1 ഉണ്ട്, 2 3, അടുത്ത് 4 ഷേപ്പ്. ഇവിടെ നോക്കൂ 5 4 3 2. അപ്പോൾ ഒരു ഷേപ്പ്. ഇവിടെ നോക്കൂ കൂടി വരികയാണ്. 1 2 3 4 എണ്ണം. ഇനി ഇവിടെയോ 1 2 3 4 എണ്ണം. അടുത്തതോ 2, ഇത് 2 എണ്ണം. ഇവിടെ ഒരു സർക്കിൾ വന്നു, അപ്പോൾ ഇവിടെ 2 സർക്കിൾ. അടുത്തത് നമുക്ക് 3 സർക്കിളും ഒരു ട്രയാങ്കിളും. കണ്ടോ? ഇതുപോലെയാണ് പാറ്റേൺ ഫില്ല് ചെയ്യേണ്ടത്. കണക്ഷൻസ് ആണ്. കണക്ട് ഈച്ച് ഫിഗർ അറ്റ് ദി സെൻറ്റർ ടു ഒബ്ജക്ട്സ് ഓഫ് ദി സെയിം ഷേപ്പ്. ഒരേ ഷേപ്പ് വരുന്നത് നമുക്ക് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ബുക്കിൻ്റെ ഈ ഷേപ്പ് നമുക്ക് റെക്റ്റാങ്കിൾ ആണ്. അടുത്തത് റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഈ മൊബൈലിൻ്റെ ഷേപ്പ്. നെക്സ്റ്റ് നമുക്ക് ട്രയാങ്കിൾ സമോസ ലീഫ്. അടുത്തത് സർക്കിൾ പൊറോട്ട വാച്ച് കോഴിമുട്ട അല്ലേ, എഗ്ഗ്.
ഇനി ഡ്രോ എനി ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം ഷേപ്പ് സീൻ അറൗണ്ട് യു. നമ്മുടെ ചുറ്റും ഇതുപോലുള്ള ഷേപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റും സർക്കിളാണ് കേട്ടോ. അപ്പം ഇതാ കണ്ടല്ലോ, തൊപ്പി കണ്ടോ, അത് ഹാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇഷ്ടിക, അതേപോലെ തന്നെ റിങ്, അതേ ഷേപ്പിലുള്ള നിങ്ങൾക്ക് ഏത് വേണേലും വരയ്ക്കാം കേട്ടോ. സോങ്സ് ഓഫ് ഷേപ്പ്, ഷേപ്പിൻ്റെ സോങ് ആണ് അടുത്തത് എഴുതിയിരിക്കുന്നത്. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്, ദോശ ഈസ് റൗണ്ട്, ദോശ ഈസ് റൗണ്ട്. What is round, what is round, bangle is round, bangle is round. What is round, what is round, wheel is round, wheel is round. അത് നമ്മൾ ഫില്ല് ചെയ്തതാണ്. അടുത്തത് വാട്ട് ഇസ് ഒബ്ലോങ്, വാട്ട് ഇസ് ഒബ്ലോങ്, ബോക്സ് ഇസ് ഒബ്ലോങ്, ബോക്സ് ഇസ് ഒബ്ലോങ്. വാട്ട് ഇസ് ഒബ്ലോങ്, വാട്ട് ഇസ് ഒബ്ലോങ്, ബിസ്ക്കറ്റ് ഇസ് ഒബ്ലോങ്, ബിസ്ക്കറ്റ്സ് ഒബ്ലോങ്. വാട്ട് ഇസ് ഒബ്ലോങ്, വാട്ട് ഇസ് ഒബ്ലോങ്, ബുക്ക് ഇസ് ഒബ്ലോങ്, ബുക്ക് ഇസ് ഒബ്ലോങ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാട്ടുണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂട്ടുകാർക്ക് എല്ലാ ക്ലാസ്സുകളും ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.